ഹായ്, ഇന്നത്തെ വീഡിയോയിൽ എന്താ പറയാൻ പോണേന്ന് വെച്ചാൽ ഇവിടെ ഒരാൾ നിന്നിട്ട് ബഹളം ഉണ്ടാക്കിക്കൊണ്ട് മിണ്ടായിരിക്കും. ഞാൻ വീഡിയോ ചെയ്യണമെന്നറിയില്ല, നിന്നെയും വീഡിയോയിൽ കിട്ടുന്നുണ്ട് കേട്ടാ. ഓക്കെ, മിണ്ടാണ്ടിരിക്കും, മതി മതി. ഓക്കെ, സൈലൻസ് സൈലൻറ്റ് ടോമി. ഓക്കെ, ആക്ച്വലി കുറേ പേരായി ചോദിക്കണം എന്നിട്ട് വേറെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കവർ പിടിച്ചിട്ട്, അതുകൊണ്ട് അതെടുത്ത് എറിഞ്ഞത് ഞാൻ. ഓക്കെ, എന്താ പറയാൻ പോണെന്ന് വെച്ചാൽ കുറേ പേരായി ചോദിക്കുന്നു, പണിക്ക് പോകണില്ലേ, എന്താ ഇവിടെ വെറുതെ നിന്നിട്ട് വീഡിയോ ഇടുക, യാത്ര പോവുക, തെണ്ടി തിരിഞ്ഞ് നടക്കുക, പിന്നെ എന്തുട്ടാ ഭക്ഷണം കഴിക്കുക, ചായ കുടിക്കുക, യോഗ ചെയ്യുക, ഉറങ്ങുക, ഇത്ര മാത്രമേ ഉള്ളൂ എന്നൊക്കെ ചോദിച്ചിട്ട് ജെനുവിനായിട്ട് എനിക്കൊരു ജോലിക്ക് പോകണ്ടേ, കാശ് കിട്ടണ്ടേ, അങ്ങനത്തെ ഒരു ഇതിൽ സ്നേഹം കൊണ്ട് ചോദിക്കണ ആൾക്കാരുണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ചിലവർ നമ്മളതിനെ ഒന്ന് ആക്കാൻ വേണ്ടിയിട്ട് ചോദിക്കണ കുറച്ച് ആൾക്കാരുണ്ട്. ഈ തെണ്ടി തിരിഞ്ഞ് നടക്കണം തന്നെയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ വെറുതെ എന്നിട്ടാണ് ഡോക്ടറല്ലേ, ഡോക്ടർ തന്നെയല്ലേ എന്നൊക്കെ ഒന്ന് ആക്കി ചോദിക്കുന്ന ആൾക്കാരുണ്ട്. രണ്ട് തരത്തിലുള്ള ചോദ്യങ്ങളുണ്ട്. മറ്റേ ആക്കി ചോദിക്കുമ്പോൾ ഞാനൊന്നും റിപ്ലൈ കൊടുക്കാറില്ല. ജെന്യുവനായിട്ട് ചോദിക്കുന്ന ആൾക്കാർക്ക് ഞാൻ കാണുന്നതൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. കുറേ ആൾക്കാർ ഭയങ്കര സ്നേഹം കൊണ്ട് ചോദിക്കുന്ന കാര്യങ്ങളുണ്ട്. ഓക്കെ, കള്ളക്കുട്ടിയാണ് അല്ലേ, കള്ളക്കുട്ടി. ഡാഡി വന്നപ്പോൾ പേടിച്ചു, ഞാനും പേടിച്ചു, എനിക്ക് ചീത്ത കിട്ടുന്നു. അവനും പേടിച്ചു, അവളും പേടിച്ചു. ഡാഡിന്ന് ഇപ്പം ചീത്ത കിട്ടുന്നു. അവൻ്റെ പേടിച്ച മോന്തേ കണ്ടത് നേരത്തെ. ഇപ്പോഴും അത് തന്നെയാണ്, ഒരു ചെറിയൊരു ഉറപ്പില്ല കുട്ടിക്ക്. പിന്നെ ചെരിഞ്ഞിട്ടാ നോക്കണ കുട്ടി. ഓക്കെ, ഇടയിലൊന്നൊരു ബ്രേക്ക് വന്നു. ഡാഡി ഇടയിൽ റൂം വന്നപ്പോൾ ഇവൻ പേടിച്ചു. അപ്പോൾ നല്ലൊരു മൊമെൻ്റ് ആയ കാരണം അതും കൂടി വീഡിയോ എടുത്തതാണ്. ആ ഒരു ഇവൻ്റെ എക്സ്പ്രഷൻ ഒന്ന് കിട്ടാൻ വേണ്ടി വീഡിയോ എടുത്താണ്. അതാണ് ഇടയിൽ ബ്രേക്ക് വന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് തരത്തിൽ ആൾക്കാർ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. സ്നേഹം കൊണ്ട് ചോദിക്കുന്ന ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ ഇങ്ങനെ ഒന്ന് ആക്കാൻ വേണ്ടി ചോദിക്കുന്ന ആൾക്കാരുണ്ട്. രണ്ടും ഇപ്പോൾ എനിക്കിപ്പോൾ യൂസ്ഡാണ്. പിന്നെ ഉള്ള കാര്യം എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ ഓൾറെഡി ലീവ് എടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ബ്രേക്ക് വേണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബ്രേക്ക് എടുക്കുന്നുണ്ട്. എനിക്ക് സ്വയം കുറച്ച് സമയം, എനിക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ലീവ് എടുക്കുന്നുണ്ട്. കുറച്ച് ലോങ് ലീവാണ്. അത് കഴിഞ്ഞിട്ടാണ് ജോയിൻ ചെയ്യുന്നുള്ളൂ എന്നൊക്കെ ഞാൻ അന്ന് വന്ന സമയത്ത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ലീവിലാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഗുജറാത്താണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ലീവ് എടുത്ത് വന്നതാണ്. എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം വേണം. നമുക്ക് സ്വയം കുറച്ച് പ്രയോറിറ്റി, എനിക്ക് വേണ്ടി സ്വയം സെൽഫ് പ്രയോറിറ്റി കൊടുത്ത് എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ലീവ് എടുത്തതാണ്. അപ്പോൾ കുറേ കാര്യം തെണ്ടി നടക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ട്രിപ്പ് പോവുക നല്ലതാണ്, നമുക്ക് ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ കുറേ ആൾക്കാരിനെ പരിചയപ്പെടാൻ, അതുപോലെ തന്നെ ഔട്ട് ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ അങ്ങനത്തെ അവരുടെ കൾച്ചർ അറിയാനൊക്കെ നമുക്ക് നന്നായിട്ട് ഒരു ട്രിപ്പ് സഹായിക്കും. സോ അതിനെ തെണ്ടി തിരിഞ്ഞ് നടക്കലെന്ന് പറയുന്നത് ശരിയല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഉറങ്ങാൻ വേണ്ടിയിട്ട്. ഉറക്കം എന്ന് പറഞ്ഞാൽ മിനിമം ഒരു 7 to 8 hours നമ്മൾ ഉറങ്ങണത് നമ്മുടെ ഹെൽത്തിന് ഭയങ്കര നല്ലതാണ്. അപ്പോൾ സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ആവശ്യം രാത്രി 10 മണി ടു മോർണിംഗ് 4 AM 10 PM to 4 AM ടൈമാണ് നമുക്ക് ഉറക്കത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടൈം. അപ്പോൾ നമ്മുടെ ഹോർമോൺ സെക്രീഷൻസിനൊക്കെ അത് ബാധിക്കുന്ന സാധനമാണ്. നമ്മുടെ കറക്റ്റായിട്ട് നമ്മുടെ ബോഡി സിർക്കാഡിയം റിതം ഒക്കെ റെഡി ആവാൻ വേണ്ടിയിട്ട് ഈ നൈറ്റ് സ്ലീപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഉറക്കം നല്ല കാര്യമാണ്. പിന്നെയെന്ന് പറയുകയാണെങ്കിൽ ഫുഡ് കഴിക്കുക ഹെൽത്തി ആയിട്ട്. ഞാനിപ്പോൾ ഹെൽത്തി ഡയറ്റ്, എക്സസൈസ്, അങ്ങനത്തെ കാര്യങ്ങൾ, യോഗ, അതൊക്കെ ചെയ്യണത് ഒന്ന് മെൻ്റലി റിഫ്രഷിങ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. ജോയിൻസിനെ ഫ്ലെക്സിബിലിറ്റി കൂട്ടുന്ന സംഭവമാണ്. അതുപോലെ തന്നെ പിന്നെ വെയിറ്റ് ഞാൻ ഓൾറെഡി ഇപ്പോൾ ഒരു 16-17 kg ഓൾറെഡി ഇപ്പോൾ ലാസ്റ്റ് 9 months കുറഞ്ഞിട്ടുണ്ട്. അതും ഇപ്പം അടുത്ത് ഈ
ലീവ് എടുത്ത് വന്നപ്പോൾ തൊട്ടിട്ട് നന്നായിട്ട് ഹെൽത്തി ഡയറ്റ് നോക്കാൻ സമയം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ യോഗ, അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി, എക്സസൈസ്, കുറച്ചുകൂടി ഹെൽത്തി ലൈഫ് സ്റ്റൈലാക്കാൻ നോക്കിയിട്ടുണ്ട്. എനിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സമയം കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള പോലെ എനിക്ക് ഹാപ്പിനെസ് തരുന്ന ഇങ്ങനത്തെ വ്ളോഗ്സും വീഡിയോസും ഒക്കെ ചെയ്യുന്നുണ്ട്. സോ ഇപ്പോഴും ജോലി ചെയ്ത് കാശുണ്ടാക്കിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് തന്നെയല്ലേ നമ്മൾ കാശുണ്ടാക്കണേ. നമുക്ക് ഒരു റെസ്റ്റ് വേണം, നമുക്ക് ഒരു ബ്രേക്ക് വേണമെന്ന് തോന്നുമ്പോൾ നമ്മൾ ബ്രേക്ക് എടുക്കണത് നല്ലതാണ്. കാശുണ്ടാക്കിയിട്ട് കൂട്ടിയിട്ട് നമ്മൾ ലാസ്റ്റ് പോകുമ്പോൾ എല്ലാതും കൊണ്ടുപോകാനൊന്നും പോകണില്ല. നമുക്ക് ആവശ്യത്തിന് നമുക്ക് പറ്റുന്ന സമയത്ത് റെസ്റ്റ്, വേണ്ട സമയത്ത് റെസ്റ്റ് വേണം, പണിയെടുക്കാൻ പറ്റുന്ന സമയത്ത് പണിയെടുക്കുക, അതുപോലെ തന്നെ സന്തോഷം വേണ്ട സമയത്ത് സന്തോഷം വേണം. അപ്പോൾ എല്ലാതും നമുക്കൊരു ബാലൻസ് ആയിട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. എനിക്ക് ഈ ഒരു സമയത്ത് കുറേ ആൾക്കാർക്ക് അറിയണതായിരിക്കും. അപ്പോൾ ലൈഫിൽ കുറേ ആൾക്കാർക്ക് ഭയങ്കര മോശം സമയങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് ചില ആൾക്കാർക്ക് കടത്തിൽ പെടുന്നതും ജോലി പോയതും അങ്ങനത്തെ കുറേ ഇതിലുള്ള ലൈഫ് സിറ്റുവേഷൻസ് വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ മാറണം. എൻ്റെ പാരൻസിനെ സപ്പോർട്ട് ചെയ്യണ കാരണം എനിക്ക് ഈ ഒരു ബ്രേക്ക് എടുക്കാനും ഇപ്പോൾ ഒരു ബ്രേക്ക് എടുത്താൽ വലിയ പ്രശ്നമില്ല എന്നും തോന്നുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. സോ ഞാൻ ബ്രേക്ക് എടുത്തു. ഞാൻ എപ്പോഴും വർക്ക് ചെയ്യുക മാത്രമല്ല കാര്യം, നമ്മൾ ജീവിക്കാനും പഠിക്കണം, സന്തോഷം കണ്ടെത്താനും പഠിക്കണം, അതുപോലെ തന്നെ വർക്ക് ചെയ്യും വേണം. എല്ലാതും ഒരു ബാലൻസിൽ വേണമെന്നാണ് ഞാൻ വിചാരിക്കണത്. അല്ലാണ്ട് എപ്പോഴും ജോലി എല്ലാതും അങ്ങനെ കെട്ടിപ്പടുത്തിട്ട് അവസാനം നമുക്ക് സന്തോഷമില്ലാണ്ട് പോയിട്ടൊരു കാര്യമില്ല. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊരു സമയം, അതിപ്പോൾ ഇങ്ങനെ ലോങ് ലീവ് എടുക്കണമെന്നല്ല, ആയിരിക്കും 2 ദിവസമാണെങ്കിൽ 2 ദിവസം ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോവുക, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക, അതുപോലെ തന്നെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽസ് നോക്കുക. അതൊക്കെ ആവശ്യമുള്ള സാധനമാണ്. ഉറക്കം ഒരു ആവശ്യമില്ലാത്ത സാധനമല്ല. ഉറങ്ങണ ആൾക്കാരും മൊത്തം മടിയന്മാരും ഇതൊന്നുമല്ല. ഉറക്കം നമുക്ക് ഹെൽത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്. നമ്മൾ രാത്രി ഉറക്കാത്ത ആൾക്കാർക്ക് ഭയങ്കര സ്ട്രെസ് ലെവൽ കൂടാനും, സ്ട്രെസ് ഹോർമോൺസ് കൂടാനും, അതുപോലെ തന്നെ നമുക്ക് തടി കൂടാനും, അതുപോലെ ഹാർട്ടിന് കാർഡിയോവാസ്കുലർ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാനൊക്കെ ചാൻസ് കൂടുതലാണ്. ബ്ലഡ് പ്രഷർ കൂടാനൊക്കെ ചാൻസ് കൂടുതലുണ്ട്. സോ ഉറക്കം നല്ലൊരു സാധനമാണ്. രാത്രി ഉറങ്ങണമെന്ന് പറഞ്ഞിട്ട് ഉറക്കം എന്ന് പറഞ്ഞിട്ട് അതിനെ തള്ളിക്കളയുന്ന ഒരു സാധനമൊന്നുമല്ല. സോ നമുക്ക് എന്താ നല്ലതെന്ന് നമുക്കാണ് കൂടുതൽ അറിയുക. നമുക്കൊരു ബ്രേക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക് എടുക്കുക, അത്രയൊക്കെ പറയാനുള്ളൂ. പിന്നെ സ്നേഹത്തോടെ ചോദിക്കുക ആൾക്കാരോട് ഞാൻ അപ്പോൾ റിപ്ലൈകൾ തന്നിട്ടുണ്ട്. ചിലത് ഞാൻ കണ്ടിട്ടുണ്ടാവില്ല, കണ്ടതിന് ഞാൻ റിപ്ലൈകൾ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കളിയാക്കിയ ആൾക്കാർക്കും ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇടയ്ക്ക് നിങ്ങൾക്ക് ബ്രേക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലും ബ്രേക്ക് എടുക്കുക. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ടാവുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ്. എനിക്കിപ്പോൾ പാരൻസ് ഉണ്ട്, അതുകൊണ്ടും കൂടിയൊക്കെയാണ് ഇപ്പോൾ ഈ ബ്രേക്ക് എടുക്കുക, ഈ ടൂർ പോവുക അതൊക്കെ പറ്റിയിരിക്കുന്നത്. അതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയണു. അതുപോലെ ലൈഫിൽ ഹാപ്പിനെസ് കണ്ടെത്താൻ നോക്കുക, സ്വന്തമായിട്ട് കുറച്ച് സമയം കൊടുക്കുക. ബാക്കിയുള്ളവർക്ക് വേണ്ടി ജീവിച്ചിട്ട് നമ്മൾ അവസാനം നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ചോദിക്കും നമ്മൾ എന്തെങ്കിലും സന്തോഷം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോയെന്ന്. അങ്ങനെ ഒരു അവസ്ഥ വരാണ്ടിരിക്കുക. പറ്റുന്ന സമയത്ത് എൻജോയ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ നോക്കുക. ബൈ.